കിട്ടുള്ളൂ. അപ്പൊ എന്താണ് എനിക്ക് ആ ഒരു ജബ്ബി മെറ്റിലെ കരീനയുടെ ഡയലോഗില്ലേ, മേ അപ്നി ഫേവറേറ്റ് ഹൂ, അതാണ് ഫേവറേറ്റ് കോട്ട് പോലെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കേട്ടോ, അത് എന്നോടും പിന്നെ ഏകലവ്യയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ്. പിന്നെ മുകേഷ് വെറുതെ ഇരുന്ന് വെറുതെ ബോറായിട്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്തായാലും ഞാനായിരിക്കും കുറെ സംസാരിക്കാം. ഏകലവ്യയുടെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് ഏകയ്ക്ക് ഒരു പേജ് ഉണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ, ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം. റേസിംഗ് ഫ്രീ സ്പിരിറ്റ്സ് എന്നും പറഞ്ഞിട്ട് ഏകലവ്യ മേനോൻ മുകേഷ് എന്ന് പറയുമ്പോൾ കിട്ടും. അതിൽ അവിടെയാണ് ഞാൻ കൂടുതലും ഈ ഫുഡുകൾ കൊടുക്കണതും ബേബി ഫുഡിന്റെ കാര്യങ്ങളും ഒക്കെ, പിന്നെ അല്ലെങ്കിൽ ടോയ്സ്, ബുക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും ഷെയർ ചെയ്യണ ഇൻസ്റ്റഗ്രാമിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ചോദിച്ചിരിക്കുന്നത് ഏകയുടെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതിയാണ്. കുംഭമാസത്തിലെ അശ്വതിയാണ് നക്ഷത്രം വന്നിട്ട്. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബേബി ഫുഡ്, ആ ബേബി ഫുഡിന്റെ കാര്യങ്ങൾ അതൊക്കെ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടണം. ലവ് യു ഏക, ഹോപ്പ് ടു മീറ്റ് യു സൂൺ. യെസ്. ആക്ച്വലി എനിക്ക് ഏകലവ്യ അങ്ങനെ അധികം ആരെയും കണ്ടിട്ടില്ല ഈ ഒരു സിറ്റുവേഷൻ ആയി. പിന്നെ ആരും എവിടെയും ആരും കാണണില്ലല്ലോ. ഹൗ ഇസ് ഏക സുഖമായിട്ടിരിക്കുന്നു. വൺ ഓഫ് യുവർ ഫേവറേറ്റ് പ്ലേസ് യു ലൈക്ക് ടു വിസിറ്റ്. എനിക്കൊന്നു അത് പ്ലേസിന്റെ കാര്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതിങ്ങനെ ഇങ്ങനെ പല പല പ്ലേസുകൾ ഉണ്ടാവും കേട്ടോ. എന്നാലും അതാണ്. പിന്നെ ഹിസ് ഡെയിലി റുട്ടീൻ ചോദിച്ചിട്ടുണ്ട്. റുട്ടീൻ അങ്ങനെ അത്ര സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല, സാധാരണയൊക്കെ പോലെ തന്നെ ഉള്ളൂ. എണീക്കുക, അത് ഫുഡ് കഴിക്കലും, പിന്നെ വേറെ എന്താ വീടിന്റെ അകത്ത് തന്നെയുള്ളൂ, പ്രത്യേകിച്ച് വേറെ റുട്ടീനായിട്ടൊന്നുമില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ അമ്മാമ്മയുടെ ഒപ്പം ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും, കളിക്കുകയോ ബുക്സ് നോക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ്സ് പസിൽസ് ഒക്കെ വെച്ചിട്ട് ഇരുന്ന് കളിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉറങ്ങണതും. ഡേ ടൈമിൽ ഒരു പ്രാവശ്യം ഉറങ്ങുള്ളൂ, ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങും. ചില ദിവസം ഉറങ്ങില്ല. പിന്നെ അതുപോലെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ ആയിട്ടുള്ള ഓരോ ബോൾ കളികൾ, മിറ്റത്ത് കുറച്ച് നേരമൊക്കെ ഇറങ്ങി നടക്കാം. ഭയങ്കര കൊതുക, കുറച്ച് നേരമൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഈവനിങ് രാത്രി ഡിന്നർ കഴിക്കുക, അത്രയൊക്കെ ഉള്ളൂ. വേറെ സ്പെഷ്യൽ റുട്ടീനൊന്നുമില്ല. ഈ കാര്യങ്ങൾ ഒക്കെ ചെയ്യലേ ഉള്ളൂ. എനിക്കൊന്ന് അത് ഞാൻ കൂടുതലും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ, ഹോം സ്കൂളിംഗ് ഓർ റെഗുലർ സ്കൂളിംഗ്, വിച്ച് വൺ ഡു യു പ്രിഫർ? അത് എന്താ പറയാ, ഇഫ് ഐ ഗെറ്റ് എ ചാൻസ് എനിക്ക് ഹോം സ്കൂളിംഗ് ചൂസ് ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു സൊസൈറ്റിയിൽ വെച്ചിട്ട് അത് എത്രത്തോളം നടക്കുന്നുള്ളത് അറിയില്ല, അതിനെക്കുറിച്ച് അധികം ചിന്തിച്ചിട്ടില്ല ഇപ്പോൾ. എന്നാലും എനിക്ക് താല്പര്യം അതാണ്. ലൈക്ക് ഹോം സ്കൂളിങ്ങിനല്ല, ഒരു ലൈഫ് സ്കൂളിംഗ് കൈൻഡ് ഓഫ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാത്തിൽ നിന്നും പഠിക്കുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലോടാണ് എനിക്ക് താല്പര്യം. അങ്ങനെയാണ് എന്ത് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറിത്തിങ് അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ എപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോഴും അതിന്റെ കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ പറയും. മീൻസ് ചിലപ്പോൾ നമ്മളങ്ങനെ ഒഴിവാക്കി വിടുന്നതിന് പകരം എന്ത് ചെറിയ കാര്യമാണെങ്കിലും അതെന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഫുൾ ടൈം ക്വസ്റ്റ്യൻസ് ആണ്, ഫുൾ ടൈം ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. എന്താ വെച്ചാൽ അപ്പൊ കാര്യങ്ങൾ ഇപ്പൊ ഇതിലൊന്നുമില്ല, പ്ലെയിൻ അല്ലേ. ഇപ്പൊ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിലൊക്കെ എന്തെങ്കിലും പ്രിന്റ് ഉണ്ടെങ്കിൽ ഇതെന്താ, ഇതെങ്ങനെയാ വന്നേ, ഇത് ആരാ വച്ചേ, അപ്പൊ നമ്മളിത് എവിടെ നിന്നാ മേടിച്ചത്, നമ്മൾ അതിന്റെ ഉത്തരം പറഞ്ഞ് എന്നാലും ഞാൻ അതിന് എല്ലാം ആൻസേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ഒരു കൈൻഡ് ഓഫ് ഒരു ലൈഫ് സ്കൂളിംഗ് പോലെ എല്ലാ കാര്യത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലൂടെ കൊണ്ടുപോകാനാണ് താല്പര്യം. ഹോം സ്കൂളിംഗ് ഇഷ്ടമാണ്. റെഗുലർ സ്കൂളിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു എഡ്യൂക്കേഷൻ ഇപ്പോഴത്തെ നമ്മൾ വന്നിരുന്ന ആ ഒരു എഡ്യൂക്കേഷനിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വേണം തോന്നുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ നമ്മൾ വെറുതെ കുറെ നിർബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടി വരുന്നുണ്ട്. ആവശ്യമുണ്ടോ ആവശ്യമില്ല അങ്ങനെയൊന്നും അറിയില്ല. അവർക്ക് എന്താണ് ഇഷ്ടം കൂടുതലും ആ ഒരു ഇതിലേക്ക് അങ്ങനത്തെയൊക്കെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ മാറുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഇതിലുണ്ട് കുറെ പേരൻസ് ചെയ്യുന്നുണ്ട് ഹോം സ്കൂളിംഗ്. ട്രാവല് വഴി മീൻസ് പല സ്ഥലത്തേക്കും ട്രാവൽ ചെയ്തുകൊണ്ടും പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ കേരളത്തിലെ നാട്ടിൽ എത്ര ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല, നോക്കണം. എന്തായാലും എനിക്ക് താല്പര്യം ഹോം സ്കൂളിംഗ് ആണ്. അപ്പൊ എനിക്കൊന്ന് ഏകലവ്യയുടെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാം ഞാൻ അതിൽ ചോദിച്ചിരിക്കണൊക്കെ വീഡിയോ ആയിട്ട് ഇടാൻ നോക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് എന്നോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ ലൈഫിൽ ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാ? ആഫ്റ്റർ
മാരേജ് ഉണ്ടായ ചേഞ്ചസ് എന്ന് പറയാൻ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ഓർക്കുമ്പോ ഇപ്പൊ ഒക്ടോബറിൽ 5 years ആവും. എന്താ വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചസ് എന്താ എല്ലാവരുടെയും ഒരു എന്താ പറയുക ഒരു ചേഞ്ച് ഉണ്ടാവില്ല. ഒരു നമ്മള് കല്യാണത്തിന് മുമ്പേ ജീവിച്ചിരുന്ന പോലെ ആയിരിക്കില്ലല്ലോ കല്യാണത്തിന്റെ ശേഷമുള്ള ലൈഫിൽ. എന്തായാലും കുറെ വ്യത്യാസങ്ങളുണ്ട്. അത് പലർക്കും പലതരത്തിലായിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആകെ ഒരാളാണല്ലോ, ഒറ്റ കുട്ടിയാണല്ലോ, സിബ്ലിങ്സ് ഒന്നുമില്ല. അപ്പൊ വളർന്നു വന്നത് ലൈക്ക് ഫുൾ ഒരു മൊത്തത്തിൽ ഇങ്ങനെ ഒരു പ്രൈവസി ഷെയറിങ് അങ്ങനത്തെ കാര്യം ഒന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്കുള്ള ഒരു ലൈഫിലായിട്ടാണല്ലോ ജീവിച്ചു വന്നത്. ഫ്രണ്ട്സ് ഉണ്ട് എന്നാലും അതല്ലാണ്ട് ഒരു പിന്നെ മാരേജ് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ ഒരു ലൈഫിലേക്ക് വരുന്നത്, നമ്മൾ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യണതും ഈവൺ നമ്മൾ റൂമിലും അങ്ങനെയൊക്കെ ആ ഒരു കുറച്ച് നാളെടുത്തു ഒരു ആക്സെപ്റ്റ് ആയിട്ട്. പിന്നെ ഒബ്വിയസ്ലി ആ ഒരു അറേഞ്ച് മാരേജ് ആയതുകൊണ്ട് അത്രമൊക്കെ ഒരു 6 months ഗ്യാപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മളൊരു പേഴ്സണിനെ അറിഞ്ഞു വരാൻ അങ്ങനെ ആ ഒരു ടൈമൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചിങ്ങനെ ആക്സെപ്റ്റ് ആയി വരാൻ കുറച്ച് നാള് എടുത്തിരുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കും നമ്മളിങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ചോദിക്കണം, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ചോദിച്ചിട്ട് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ചേഞ്ചസ് വന്നിരുന്നു. പിന്നെയാണെങ്കിലും അവിടെ താമസിക്കാൻ ഇപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ തൃപ്പൂണിത്തുറ സ്റ്റേ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇങ്ങനെ ചുറ്റുമുള്ള ആ ഒരു സിറ്റിയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ. നമ്മളെപ്പോഴും ഇപ്പൊ ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ എളുപ്പത്തിൽ പോകാം, കാർ എടുത്ത് പോവാ, അല്ലെങ്കിൽ യൂബർ കിട്ടും, അങ്ങനത്തെ കാര്യങ്ങൾ അടുത്തടുത്ത് എവിടെ വേണമെങ്കിലും ഒക്കെ പോകാം. പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് എപ്പോഴും സിനിമയ്ക്ക് പോവുക, ഹാങ് ഔട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ ഒക്കെ പെട്ടെന്ന് നിന്ന പോലെ ഇല്ലാത്ത പോലെയൊക്കെ ഫീൽ, അത്രയൊക്കെയാണ് ചേഞ്ചസ് ആയിട്ട് ഒക്കെ ഫീൽ ചെയ്തുള്ളൂ കല്യാണത്തിന് ശേഷം. പിന്നെ വന്നിട്ട് ഇതിൽ ഏകയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, ഹൗ ടു ഹാൻഡിൽ ഹിസ് ടെമ്പർ ടാൻട്രംസ്. അതൊരു വലിയൊരു എനിക്ക് അതിനെക്കുറിച്ച് അത്ര പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെ പാരന്റിങ് എക്സ്പേർട്ടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. എങ്ങനെ ഹാൻഡിൽ ചെയ്യണത് ഓരോ കുട്ടികളെ അനുസരിച്ചിട്ട് ഇരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യണ കാര്യം. എന്താ പറയുക, ഇപ്പോൾ 2 years ആയല്ലോ. അതിനു മുമ്പേ ഭയങ്കര പാടായിരുന്നു. ഭയങ്കര പാട് ഇൻ ദ സെൻസ് ഒരു പ്രത്യേക ഒരു തരം വികൃതികളും കുസൃതികളും ഭയങ്കര ടാൻട്രംസ് ആയിരുന്നു. അപ്പൊ ഇത് ആലോചിക്കുമ്പോൾ എനിക്ക് ദേഷ്യം സങ്കടം എല്ലാം കൂടി എന്തൊക്കെയൊക്കെയോ വരും. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ടു കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ആയിട്ട് പോലെ ഫീൽ ചെയ്തത്. അപ്പൊ അതിനു മുമ്പേ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാത്തിലും ഇങ്ങനെ അപ്പൊ നടന്നു തുടങ്ങണതിന്റെ ആകെ മൊത്തം ബഹളങ്ങളും എല്ലാ ഏറിയയിലും ഇവിടെ നടുമുറ്റം ഉണ്ടല്ലോ, ഫുൾ സാധനങ്ങൾ എടുത്ത് എപ്പോഴും നടുമുറ്റത്തേക്ക് ഇടല്ലോ പണി. ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ ഇങ്ങനെ ഒരു ടൈം ഔട്ട് പോലെ, പക്ഷെ ഞങ്ങൾ അങ്ങനെ ടൈം ഔട്ട് പോലത്തെ ഒരു സാധനം കൊടുക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ടൈം ഔട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് അവരിങ്ങനെ തെറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു ഇതുവരെ തന്നെ എനിക്ക് അത്ര മുന്നിലൊന്നും അങ്ങനെ ചെയ്ത് തുടങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു തോന്നിയിരുന്നു. അപ്പൊ എന്താ പറയാ, കൂടുതലും ഇങ്ങനെ ആ ഒരു ഭയങ്കര ഒരു ഇതായിട്ട് നിൽക്കണ സമയമൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ ഒരു സിറ്റുവേഷനെ മാറ്റിയിട്ട് വേറെ ഇഷ്ടമുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എങ്ങനെയും പുറത്തേക്ക് ഇറങ്ങാന്നുള്ളതായിരുന്നു. അപ്പൊ എന്തെങ്കിലും വാശി എടുത്ത് ബഹളം വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ആ സിറ്റുവേഷൻ മാറ്റി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമോ, പുറത്ത് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരുമോ, കറങ്ങിയിട്ട് വരുമോ, അല്ലെങ്കിൽ അലക്സ വെക്കുമോ, അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും പെട്ടെന്ന് ആളുടെ ആ സിറ്റുവേഷൻ മൊത്തം മാറ്റിയെടുക്കുക, ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക. അങ്ങനെയായിരുന്നു ടാൻട്രംസ് കുറച്ച് ചെയ്തിരുന്നത്. ഞാൻ ഡോക്ടർ പറഞ്ഞു, ഞാൻ മീൻസ് മാമിനോട് ചോദിച്ചിരുന്നത് പറഞ്ഞത് ഭയങ്കര ഒരു 3 years വരെ ഭയങ്കര ടാൻട്രംസ് ഉണ്ടാകും, അത് അവരുടെ ആ ഒരു ഏജ് ഡെവലപ്മെന്റിന്റെ ഇതാണ്, അതിനെക്കുറിച്ച് അധികം വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ട് വൈറലായ ഒരു കല്യാണ വീഡിയോയില് ചേച്ചി ഉണ്ട്, ചേച്ചിയുടെ ഫ്രണ്ടാണോ അത്? അതേ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ട ആളുകൾ പറഞ്ഞു ഈ ഒരു കൊറോണ കാരണം തരംഗമായിട്ടുള്ള കല്യാണം ഇല്ലേ കേരളത്തിലെ, ആ ഒരു തെലുങ്ക് പാട്ടുള്ളത്, പാട്ട് ഞാൻ മറന്നുപോയി, അതിൽ ഞാനുണ്ട് കേട്ടോ. അത് കണ്ടേക്കണവർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, അതിൽ ചേച്ചി ഇല്ലേ? ആ ചേച്ചിയും ചേട്ടനും എന്ത് പറയണു, ചേച്ചിയും ചേട്ടനും സുഖമായിട്ടിരിക്കുന്നു, ഒരു മോളും ഉണ്ട്, ആൻഡ് ഔഷ്ക, എല്ലാവരും സുഖമായിട്ടിരിക്കണം. ചോദിച്ചിരിക്കുന്നത്, ചേച്ചി ഷെയർ യുവർ മോസ്റ്റ് മെമ്മറബിൾ മൊമെന്റ് ഇൻ കോവിഡ് ലോക്ക്ഡൗൺ ടൈം. അങ്ങനെ ഒരു മെമ്മറബിൾ മൊമെന്റ് ഇൻ കോവിഡ് ലോക്ക്ഡൗൺ ടൈമില്, കോവിഡിന്റെ ടൈമില് അങ്ങനെ എനിക്കിപ്പോൾ ഓർത്തെടുക്കാൻ ഒരു പ്രത്യേകിച്ചായിട്ടുള്ളൊരു മൊമെന്റ് അങ്ങനെ എടുത്ത് പറയാനില്ല. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം
എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ ടൈമിൽ കൂടുതലും ഇപ്പൊ മുകേഷിനും ജോലിക്ക് പോകണ്ട, വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ഇതായിരുന്നുകൊണ്ട് എല്ലാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൊമെന്റ്സ് ആയിരുന്നു. ആസ് എ ഫാമിലി, ആസ് എ ത്രീ നമുക്ക് മൊത്തം ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടും ആ ഒരു കാര്യങ്ങൾ. അപ്പോഴായിരുന്നു പിന്നെ ഏകയുടെ ഫുൾ ആ മൈൽ സ്റ്റോൺസ് ഒക്കെ ലാസ്റ്റ് ഇയർ നടന്നു തുടങ്ങലും, പിന്നെ ഓരോ സംസാരിക്കാൻ തുടങ്ങലും, അച്ഛ അമ്മ വിളിക്കല്, അതൊക്കെ ആയിരുന്നു കേട്ടോ. അത് ശരിയാ, ഫസ്റ്റ് ടൈം ആയിട്ട് അതൊക്കെ കേൾക്കലായിരുന്നു. ഇതുണ്ട്, മദർ, വൈഫ് ഓർ ഡോട്ടർ, വൈ ആണ് എപ്പോഴും കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കണത്. പക്ഷെ നല്ല 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 ക്വസ്റ്റ്യൻസും ആയിരിക്കും ചോദിക്കാറുള്ളത് ഞാൻ Q&A ഒക്കെ ഇടുമ്പോൾ. അപ്പൊ ഇത് വന്നിട്ട് മദർ, വൈഫ് ഓർ ഡോട്ടർ, അതിൽ നമ്മൾ എന്താ ചൂസ് ചെയ്ത്, ഞാൻ അങ്ങനെ ആരും ഒരു ആൻസർ പറയണത് വരെ ഞാൻ കേട്ടിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂസിലൊക്കെ ഇപ്പൊ സ്റ്റാർസ്, സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഉത്തരം പറഞ്ഞോ അറിയില്ല. മൂന്നും ലൈക്ക് ഫസ്റ്റ് ഡോട്ടർ, പിന്നെ വൈഫ്, പിന്നെ മദർ, മൂന്നും ഭയങ്കര ഡിഫറെന്റ് റോളാണല്ലേ. എല്ലാം ലൈക്ക് ആസ് എ ഒരു വുമൺ നമ്മൾ എൻജോയ് ചെയ്ത് വരുന്ന ഡിഫറെന്റ് ഫേസസ് ആണ് ലൈഫിലുള്ളത്. അതിൽ അങ്ങനെ ഒരെണ്ണം എടുത്ത് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. മൂന്ന് റോളും ഭയങ്കര ഇഷ്ടമാണ്, ക്ലോസ് ടു ഹാർട്ട്, ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്. എന്നാലും പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൽ മൂന്നിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആസ് എ ഡോട്ടർ ഒരു നമ്മൾക്ക് എനിക്ക് എല്ലാവർക്കും അങ്ങനെയായിരിക്കും അല്ലെ, ആ ഒരു കുട്ടിയായിട്ടിരിക്കാനും അല്ലെങ്കിൽ ആ പേരൻസിന്റെ ആ ഒരു എന്താ പറയാ തണലില് ഇരിക്കാൻ വേണ്ടിട്ട് ആ ചൈൽഡ്ഹുഡ് ഡേയ്സ് ഒക്കെ ശരിക്കും മിസ് ചെയ്യണില്ലേ. അപ്പൊ അതുകൊണ്ട് ആസ് എ ഒരു ഡോട്ടർ, പാരൻസിന്റെ ആ ഒരു ലക്കി, ഐ ഫീൽ സോ ലക്കി എന്താ പറയാ, പാരൻസിനെ കിട്ടിയതിൽ, അച്ഛനമ്മയെ കിട്ടിയതിൽ. അപ്പൊ അവരുടെ ആ ഒരു ഡോട്ടറായിട്ട് മകളായിട്ട് വളർന്നു വന്നതിലും അതെനിക്ക് ഭയങ്കര, കാരണം നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഇല്ല, ഒന്നുമില്ല, അറിയണ്ട, സുഖമായിരുന്നില്ലേ. പിന്നെ ഏക വന്നതിന് ശേഷം നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിലുണ്ടായ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ്, അത് എന്ന് പറയുമ്പോൾ ലൈക്ക് ആസ് എ ബേബി നമ്മുടെ ലൈഫിൽ വരുമ്പോൾ മൊത്തം മാറിപ്പോകുമല്ലോ, ഫുൾ മാറിപ്പോകും. എന്തൊക്കെയൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ ഇങ്ങനത്തെ ഒക്കെ എല്ലാം നമ്മൾ പിന്നെ ആലോചിച്ചിട്ട് ഓരോന്നൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പല്ല, ആ ഒരു സ്റ്റാർട്ടിങ് ലാസ്റ്റ് ഇയറും 2019 ആയിരുന്നു ഭയങ്കര ചേഞ്ചസ് പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി ബാക്ക് ഓൺ ട്രാക്കിലേക്ക്, പഴയ നേരത്തെ ബേബി ഒക്കെ ഡെലിവറി പ്രഗ്നന്റ് ഒക്കെ ആവുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെയൊക്കെ ആയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി പിന്നെ മെന്റലിയും ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം. അതിന്റെ ഇടയിൽ ഭയങ്കര ചേഞ്ചസ് ആയിരുന്നു. എന്താ പോസ്റ്റ്മോർട്ടം ഡേയ്സ് അതൊക്കെ അങ്ങനെ ഒരു ഡിപ്രഷൻ പോലെയൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല, എന്നാലും ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ഫസ്റ്റ് ടൈം മോം ആയി കഴിഞ്ഞതിന്റെ നമ്മളെല്ലാം ബാക്കിയുള്ളത് എല്ലാം ഇങ്ങനെ ഒന്നും ഇല്ലാണ്ടായി പോയ, നമ്മൾ ഇഷ്ടമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സിനെ കാണുക, പുറത്തേക്ക് പോവുക, അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരുന്നു ആ സമയത്ത്. ഫീൽ ചെയ്യണു ഏകയുടെ പാരൻസ് ആവാൻ പറ്റിയതിൽ എല്ലാം എന്ത് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അത്രേ ഉള്ളൂ. ആസ് എ ബേബി ലൈഫിൽ വന്നിട്ട് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ ഐ എം എ ഫാൻ ഓഫ് യു അക്ക, അന്ന, ലിറ്റിൽ പ്രിൻസ്, വെയിറ്റിംഗ് ടു സീ യു സൂൺ. താങ്ക് യു സോ മച്ച് ചേച്ചി. ഞാൻ കഴിഞ്ഞ 3 years ആയിട്ട് ഫോളോ ചെയ്യുന്ന ലവ് യുവർ പേജ്. താങ്ക് യു. ലോട്ട്സ് ഓഫ് ലവ് ടു ഏക. ആർ യു സ്റ്റിൽ ബ്രസ്റ്റ് ഫീഡിങ് ഏക? നോ, ഞാൻ സ്റ്റോപ്പ് ചെയ്തു, ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തു. മുകേഷ് ചേട്ടനുമായി ഏറ്റവും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന റീസൺ? അതൊക്കെ ഇത്തിരി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ അല്ല, ആൻസർ ഒക്കെ ഉണ്ട്, എന്നാലും അതൊക്കെ പറയാനുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളിലൊക്കെ എപ്പോഴും ഉണ്ടാവും, പല കാര്യങ്ങളിലും ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ആസ് എ കപ്പിൾ ആകുമ്പോൾ നമ്മൾ രണ്ടുപേരും ഹസ്ബൻഡും വൈഫും ആയിക്കോട്ടെ, നമ്മള് അപ്ബ്രിങ് നമ്മള് ബ്രോട്ടപ്പ് ചെയ്ത രീതിയിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മളുടെ മീൻസ് ആ ചുറ്റുപാടുകളിൽ നിന്നും നമ്മുടെ കാഴ്ചപ്പാടുകളും എല്ലാം, നമ്മൾ രണ്ടുപേരും രണ്ട് ഇൻഡിവിജ്വൽസ് അല്ലേ. അപ്പൊ കുറെ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളിലൊക്കെ വരും, അത് ഭയങ്കര കോമൺ ആണ്, അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. എന്നാലും ഞങ്ങളുടെ ഇടയിൽ വരുന്ന കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണങ്ങളെന്ന് പറഞ്ഞാൽ, മുകേഷിന്റെ നമ്മൾ വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു സിറ്റുവേഷനോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരികയാണെങ്കിൽ മുകേഷിന് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോടൊക്കെ നോ എന്നൊക്കെ പറയും, എന്നാലും ബാക്കിയുള്ളവരോടും ലൈക്ക് ഈവൻ എത്ര ക്ലോസ് ആയിട്ടുള്ളവരോടാണെങ്കിലും ഒരു
ഒരു എന്താ പറയുക, ഇപ്പൊ പറയേണ്ട സ്ഥലത്ത് നമ്മൾ ചില സ്ഥലത്ത് നമ്മൾ നോ തന്നെ പറയണ്ടേ, അല്ലെങ്കിൽ ഇന്നതാണ് റീസൺ, ഇന്നത് കൊണ്ട് പറ്റില്ല എന്ന് പറയണ്ടേ, അത് പറയാറില്ല, പറയാൻ പറ്റാറില്ല. അത് ആളുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ സംസാരത്തിലൊക്കെ വരാറുണ്ട് ആ ഒരു കാരണം കൊണ്ട്. കാരണം അതുകൊണ്ട് അതവിടെ ഇപ്പൊ നോ അല്ലെങ്കിൽ പറ്റില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അത് ആ ഇഷ്യൂ അവിടെ കഴിഞ്ഞേനെ, നമ്മുടെ ഇടയിലേക്ക് അത് വരില്ല. പക്ഷെ അതല്ലാത്തോണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് വേറെ എന്തെങ്കിലും ഞങ്ങളുടെ ഇടയിലാണ് സംസാരങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ പിന്നെ എൻ്റെ ഇതിലേക്കൊക്കെ വരുമ്പോൾ എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ഐ സ്പെൻഡ് എ ലോട്ട്. അപ്പൊ അതും അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്, ഓരോ സാധനങ്ങൾ മേടിക്കണേനും കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഫോൺ ഞാൻ കുറെ ടൈം ഫോണിൽ സ്പെൻഡ് ചെയ്യും. അപ്പൊ അതിലും ഇങ്ങനെ കുറെ സംസാരങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരാറൊക്കെ ഉണ്ട്, അഭിപ്രായങ്ങൾ പറയലും. ബാക്കിയൊക്കെ ഒരു നമ്മുടെ കാഴ്ചപ്പാടൊക്കെ കുറച്ചൊക്കെ ഓൾമോസ്റ്റ് സെയിം പോലെയൊക്കെ തന്നെയാണ്. എന്നാലും പലതിലും വേറെയിലും ഒക്കെ പല വ്യത്യാസങ്ങളുണ്ടല്ലോ. അത് ഭയങ്കര ബേസിക് കാര്യങ്ങളാണ്. കൂടുതലും ഈ ഒരു ഇങ്ങനത്തെ ബേസിക് ഈ ഒരു കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് കൂടുതലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംസാരങ്ങളൊക്കെ വരേണ്ടി വരാറ് ഞങ്ങളുടെ ഇടയിൽ. What do you most love about yourself? എന്നിലെ കുറിച്ച് എനിക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളതല്ലേ, അത് ദാറ്റ് ഈസ് ലൈക്ക് ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടുന്നു, ലൈക്ക് ഐ ലവ് മൈസെൽഫ്. അതാണ് എനിക്ക് അതിൽ ഇഷ്ടമുള്ള കാര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് വരെ ഒന്നും അങ്ങനെയൊന്നും ആയിരുന്നില്ല. പിന്നെയാണ് കുറച്ചും കൂടി ലൈക്ക് ആക്സെപ്റ്റ് ചെയ്ത് ലൈക്ക് ദിസ് ഈസ് മീ ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ ആം. ലൈക്ക് എൻ്റെ ബോഡി ഇങ്ങനെയാണെങ്കിലോ, ലൈക്ക് ഒരു പ്ലംപി സൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹൈറ്റ് കുറച്ച് ഷോർട്ട് ആണെങ്കിലും ഭയങ്കര ചമ്പി ചീക്സ് ഭയങ്കരമായിട്ട് മീൻസ് മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ തന്നെ ആക്സെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പൊക്കെ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു, ഇങ്ങനെയൊക്കെ ആണല്ലോ എന്നുള്ളത്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലാണ് നമ്മളുടെ ആൾക്കാർ നമ്മളോട് ചോദിക്കണ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ആണല്ലോ. അപ്പൊ അതൊക്കെ മാറ്റി കുറച്ചും കൂടി മൈൻഡ് അങ്ങനെയായി, എന്നെ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതാണ് എനിക്ക് എല്ലാം ലൈക്ക് എല്ലാവർക്കും ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും കുറെ പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ സ്വയം നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് കിട്ടുള്ളൂ. അപ്പൊ എന്താണ് എനിക്ക് ആ ഒരു ജബ് വി മെറ്റിലെ കരീനയുടെ എന്താ മൂവി ഡയലോഗ് ഇല്ലേ, മേ അപ്നി ഫേവറേറ്റ് ഹു, അതാണ് ഫേവറേറ്റ് കോട്ട് പോലെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാറ്. അതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. മോസ്റ്റ് റിഗ്രറ്റ്ഫുൾ മൊമെന്റ് ഓഫ് ലൈഫ് ഇല്ല, അങ്ങനത്തെ ഒരു മൊമെന്റ് ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ എനിക്ക് പറയായിരുന്നു, ഞാൻ ഏറ്റവും MBA കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ ജോലിക്ക് HR ആയിട്ട് ഇൻഫോ പാർക്കിൽ ജോലിക്ക് കയറിയപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു 7-8 months എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ. അപ്പോഴത്തേക്കുമാണ് അച്ഛന് പെട്ടെന്ന് എന്താ പറയുക ബ്രെയിൻ സ്ട്രോക്ക് വന്നത്. അവിടെ നിന്ന് പിന്നെ ഭയങ്കര ലൈഫ് ആകെ മാറിപ്പോയി. അപ്പോൾ അവിടെ ഞാനിപ്പോൾ മീൻസ് ഞാൻ ഒരാളല്ലേ ഉള്ളൂ, മെന്റലിയും ഫിസിക്കലിയും ഒക്കെ അച്ഛനും അമ്മയ്ക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട ഒരാളല്ലേ. അപ്പം ഞാൻ കരിയർ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തു, അവിടെ വെച്ച് നിർത്തി, ഞാൻ റിസൈൻ ചെയ്യേണ്ടി വന്നു. കുറെ നോക്കി, പക്ഷെ പറ്റണ്ടായില്ല, എല്ലാം കൂടിയും കൊണ്ടുനടക്കാൻ പറ്റണ്ടായില്ല. അപ്പോൾ അത് അവിടെ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര വലിയ കരിയർ ഗ്യാപ്പൊക്കെ വന്നു, ഭയങ്കര ഗ്യാപ്പൊക്കെ വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അത് വേണമെങ്കിൽ പറയായിരുന്നു, അതാണ് എൻ്റെ ഒരു റിഗ്രറ്റ് ചെയ്യണ ഒരു കാര്യം എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. പക്ഷെ ഇല്ല, അതൊരിക്കലും അല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് അച്ഛനെ എന്താ ഭയങ്കരമായിട്ട് നോക്കാം. അപ്പോഴത്തെ ആ ഒരു ഡിസിഷൻ കൊണ്ട് ഞാൻ ആ ജോലി നിർത്തിയതുകൊണ്ട് എനിക്ക് അച്ഛനെ നല്ലോണം നോക്കാൻ പറ്റി. കാരണം അവർ വയ്യാണ്ടിരിക്കുന്ന സമയത്തും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡയാലിസിസ് തുടങ്ങിയതും. ഡയാലിസിസ് വീക്ക്ലി ത്രൈസ് ഉണ്ടായിരുന്നു. നമ്മൾ ആസ്ട്രി പോകണമായിരുന്നു. ആസ്ട്രി പോയി ഞാൻ കൊണ്ടുപോകും, കൊണ്ടുവരും. അങ്ങനെ അതായിരുന്നു ഒരു ഡ്യൂട്ടിയും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും. പിന്നെ ഫുൾ ആളുടെ ഹെൽത്ത് നോക്കലും ഫുഡും അമ്മയ്ക്കുണ്ട്, സപ്പോർട്ട് ഉണ്ടെങ്കിലും. പക്ഷെ ഇല്ല, ഞാനും അച്ഛനും കൂടിയൊക്കെയാണ് ഡയാലിസിസിന് പോകാറ്, മാത്രമേ ഉണ്ടാവാറുള്ളൂ. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വരിക. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തോ ഭയങ്കര സന്തോഷം. അത്തരം കാര്യങ്ങൾ എനിക്ക് അച്ഛന് വേണ്ടി കുറെ വർഷം
ചെയ്യാൻ പറ്റിയതിലുള്ളത്. പക്ഷെ അന്ന് ഞാനത് ജോലി കരിയർ പോകൂലോ എന്ന് വിചാരിച്ചിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നെങ്കിൽ അച്ഛനെ എത്ര ശ്രദ്ധിക്കാനും ശുശ്രൂഷിക്കാനും പറ്റിയിരുന്നില്ലെങ്കിൽ മേ ബി അത് നോക്കിയില്ലല്ലോ എന്നുള്ള ആ ഒരു റിഗ്രറ്റ് എനിക്ക് ജീവിതകാലം മൊത്തം ഉണ്ടായേനെ. അത് നോക്കിയില്ലല്ലോ ഞാൻ, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതായിരുന്നില്ലേ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ ഡോട്ടർ എൻ്റെ ഡ്യൂട്ടി ആണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ടച്ച് വുഡ് ഇതുവരെ അങ്ങനെ ഒരു റിഗ്രറ്റ് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ് ഒന്നും ലൈഫിൽ വന്നിട്ടില്ല. വാട്ട് മേക്സ് യു ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദ ഫ്യൂച്ചർ? ഇതൊക്കെ ഭയങ്കര വലിയ, എനിക്ക് തോന്നുന്നു മൊത്തത്തിലുമുള്ള ആ ഒരു കാര്യമായിട്ടാണ് ചോദിച്ചേക്കണമെന്ന് തോന്നുന്നു. ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദ ഫ്യൂച്ചർ എന്നേ ചോദിച്ചുള്ളൂ. അപ്പൊ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കാര്യമാണെങ്കിലും ഇപ്പൊ രണ്ട് ഫ്യൂച്ചർ ആണെങ്കിലും ഐ ജസ്റ്റ് വോണ്ട് ലൈക്ക് എനിക്ക് ആസ് മച്ച് ആസ് പോസിബിൾ എല്ലാം നല്ല പോസിറ്റീവായിട്ട് കൊണ്ടുപോവുക. അപ്പൊ ആ ഒരു എല്ലാ കാര്യത്തിലും എന്ത് നെഗറ്റീവ് ആണെങ്കിലും അതെല്ലാം ലൈക്ക് ടു സൈഡ്സ് ഓഫ് എ കോയിൻ എന്ന് പറയുന്ന പോലെ എവിടെ മീൻസ് ദുഃഖങ്ങളുണ്ടോ വിഷമങ്ങളുണ്ടോ അപ്പൊ അത് കഴിയുമ്പോൾ എന്തായാലും ഒരു സന്തോഷം വരും എന്നുള്ള ആ ഒരു പോസിറ്റീവ് രീതിയിലാണ് ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകണം, ഫ്യൂച്ചറിലേക്കാണെങ്കിലും ഒക്കെ. പിന്നെ ഒപ്റ്റിമിസ്റ്റിക് ആ ഒരു രീതിയിൽ ലൈഫ് പോകുന്നതാണ് ശുഭാപ്തി വിശ്വാസം, അതാണല്ലോ. പിന്നെ ഒരു വേൾഡിന്റെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോഴും ഇപ്പൊ ചില സമയത്ത് ആലോചിക്കുമ്പോൾ അയ്യോ ഇതെന്താ എങ്ങോട്ടേക്കാ പോണേന്ന് നമ്മൾ ആലോചിച്ച് പോകില്ല. ഇപ്പൊ ഈ ഒരു കോവിഡ്, ഈ ഒരു വൈറസിന്റെ ആ ഒരു ബഹളങ്ങളും അല്ലെങ്കിൽ നേച്ചറിൽ ഉണ്ടാവുന്ന ബാക്കി കുറെ കലാമിറ്റീസും അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ നേച്ചറിനോട് ചെയ്യണതും ബാക്കിയുള്ള ലിവിങ് ബീങ്സിനോട് ചെയ്യുന്നൊക്കെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇത് എവിടെ എത്തും എന്ന് നമ്മൾ ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ എന്നാലും കുറച്ചും കൂടി വേറെ കാര്യങ്ങളും അതിൽ നല്ലതായിട്ട് വരണ്ട കൂടുതലും. ഇപ്പോൾ നമ്മള് എല്ലാം എടുക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ തന്നെ ആണെങ്കിലും പിന്നെ ഇപ്പൊ എന്ത് ചെറിയ ഡെവലപ്മെന്റ് ആണെങ്കിലും അത് നേച്ചറിനോട് കൂടി നമ്മൾ ആലോചിച്ച് ചിന്തിച്ചിട്ട് അതിന് സേഫ് ആയിരിക്കും അല്ലെങ്കിൽ ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഇപ്പോഴുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണത്. പിന്നെ ഒരു എന്താ പറയുക, ഇനിയുള്ള റിന്യൂവബിൾ എനർജി അതൊക്കെ കൂടുതൽ വരിക, പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള ഒരു വേൾഡ് ഒക്കെ ഉണ്ടാവട്ടെ എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക. ഇപ്പോഴത്തെ നമ്മളുടെ എന്താ അതൊക്കെ ഒരു നല്ല പോസിറ്റീവ് കാര്യങ്ങളല്ലേ. എന്താ നമ്മുടെ ഒളിമ്പിക്സ് ടോക്കിയോയിലൊക്കെ നടക്കണത്, അവിടുത്തെ മെഡലുകളൊക്കെ എന്താ ഈ വേസ്റ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയേക്കണു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒളിമ്പിക്സ് ഒക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ലൈക്ക് പ്രതീക്ഷിക്കാം നല്ലത് സംഭവിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പൊ അത്രേ ഉള്ളൂ. ഐ ഫീൽ ഹാപ്പി ജസ്റ്റ് സീയിങ് യുവർ പോസ്റ്റ്. താങ്ക് യു സോ മച്ച്. ലോട്ട്സ് ഓഫ് ലവ് ടു 3Ms. കീപ് സ്പ്രെഡിങ് ഗുഡ് വൈബ്സ്. താങ്ക് യു. എങ്ങനെ ഒരാൾക്ക് എപ്പോഴും ഇത്ര പോസിറ്റീവ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാൻ പറ്റണേ? അയ്യോടാ, താങ്ക് യു. വാട്ട് ഈസ് ദ ബെസ്റ്റ് കോംപ്ലിമെന്റ് യു എവർ ഹാവ്? എനിക്ക് തോന്നുന്നു ഇത് തന്നെയായിരുന്നു നേരത്തെ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത്. എങ്ങനെയാണ് ഇത്ര പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റണേ എന്നുള്ള കാര്യങ്ങൾ. അതില് എനിക്ക് എക്സാക്ട്ലി അങ്ങനെ ഒരു റീസൺ ആയിട്ട് എടുത്ത് പറയാൻ എനിക്ക് അറിയില്ല. മേ ബി ലൈക്ക് ആ ഒരു വളർന്നു വന്നിട്ടുള്ള ആ ഒരു ചുറ്റുപാട് കൊണ്ടും ആ ഒരു രീതി കൊണ്ടും എനിക്ക് തോന്നുന്നു പാരൻസിനോടാണ് അതിന് ഞാൻ താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അപ്ബ്രിങ് ചെയ്ത ആ രീതിയിലും അവർ തന്നിട്ടുള്ള ആ ഒരു കോൺഫിഡൻസും അല്ലെങ്കിൽ ലൈഫിനെ നോക്കി കാണേണ്ട അത് കൂടുതലും അച്ഛൻ്റെ ആ ഒരു പാർട്ടിലേക്കാണ്. അച്ഛൻ ലൈഫിനെ നോക്കി കണ്ടിരുന്നിട്ടുള്ള രീതിയും അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇഷ്യൂ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ നോക്കി കാണും എന്നൊക്കെ ഉള്ളത് അച്ഛനിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടാണ് കുറച്ചും കൂടി എനിക്ക് ഇത്ര പോസിറ്റീവായിട്ട് ഇരിക്കാനും എടുക്കാനും ഒക്കെ പറ്റുന്നത്. കാരണം ബേസിക് ആയിട്ട് വിചാരിക്കുന്ന അത്രേ ഉള്ളൂ. ഇപ്പൊ വരികയാണെങ്കിലും എന്ത് ബാഡ് സിറ്റുവേഷൻ വരികയാണെങ്കിലും അത് നല്ലതിന്, എന്ത് ബാഡ് സിറ്റുവേഷൻ വരികയാണെങ്കിലും അത് നല്ലതിനായിരിക്കും എന്നാണ് എപ്പോഴും മൈൻഡിൽ വെച്ചിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മേ ബി ലൈക്ക് എന്തെങ്കിലും ഒരു നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും അതിന് മുമ്പേ ഒരു ചീത്തക്കാര്യം നടന്നിട്ടുണ്ടാവുക എന്ന് എപ്പോഴും വിചാരിക്കും. പിന്നെ ഇതും കടന്നു പോകും, ഇതും മാറും, ലൈക്ക് ഒരു നെക്സ്റ്റ് ഡേ വരും എന്നുള്ള പോലെ ഇനിയും ഒരു ഹാപ്പിനെസ് വരും അല്ലെങ്കിൽ നല്ല കാര്യം സംഭവിക്കും എന്നുള്ള ആ ഒരു രീതിയിലൊക്കെയാണ് മൈൻഡിൽ വെച്ചിട്ട് പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കാറുള്ളത്. അങ്ങനെയൊക്കെയുള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് അതെന്തോ അങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് വന്നു പോണതാണ്. Feel happy just seeing your post. Thank you so much. Hobbies ഞാൻ പറഞ്ഞില്ല.
മെയിൻ ഡാൻസ് ആണ് ഇഷ്ടം. പിന്നെ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമാണ്, ട്രാവലിംഗ് ഇഷ്ടമാണ്, ലൈക്ക് നേച്ചറിനോട് ക്ലോസ് ആയിട്ടുള്ള പ്ലേസസ് ഒക്കെ കാണാനും പോകാനും ഒക്കെ ഇഷ്ടമാണ്. പറ്റുന്ന പോലെയൊക്കെ പോയി. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയിട്ട് ഭയങ്കര കുറവാണ്. ലവ് രേഖ, വാട്ട് സംതിങ് യു ഓൾവേസ് വാണ്ടഡ് ടു ഡു ബട്ട് കുഡൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി ആയിട്ട് പിന്നെ ചെയ്യാൻ പറ്റാത്ത ആ ഒരു കാര്യമായിട്ട് എടുത്തു പറയാൻ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന്. പക്ഷെ മേ ബി ലൈക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാലും ബേബിയൊക്കെ ആവണേന് മുമ്പേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ട്രാവലിംഗ് ഒക്കെ പോവാൻ പറ്റിയിരുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് ചെറിയ ചെറിയ പ്ലേസസ് ഒക്കെ, മീൻസ് കോമൺ ചുറ്റുവട്ടത്തുള്ള പ്ലേസസ് ഒക്കെ പോവാറുണ്ട്. അതല്ലാണ്ട് കുറച്ചും കൂടി ഇപ്പോൾ എന്താ പറയുക, ഇപ്പൊ ഈ ഒരു ലേ ലഡാക്ക് ആ ഒരു ട്രിപ്പൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. എങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ച് നോക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം അങ്ങനെയൊന്നുമില്ല. പിന്നെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ആ ടാറ്റൂനെ കുറിച്ച് കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടാറ്റു എന്ന് പറയുന്നത് ഈ റൈറ്റ് ഹാൻഡിലാണ്. അത് കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് പോയി കപ്പിൾ ടാറ്റു അടിച്ചാണ്, ഹിസ് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാലിലുണ്ട്, ആങ്കിളിന്റെ അവിടെ ഒരു സണ്ണും മൂണും 2 കാലില്. അത് കഴിഞ്ഞിട്ട് പിന്നെ കയ്യില് മുകേഷും ഏകലവ്യയും, അങ്ങനെയാണ്. അപ്പൊ ടോട്ടൽ 1 2 3 4 5 ടാറ്റൂസ് ഉണ്ട് ടോട്ടല്. പിന്നെ എന്തായിരുന്നു വേറെ ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നത്, പ്രിപ്പറേഷൻ എന്താണ് വെഡിങ്ങിന് മുമ്പേ എടുത്തിരുന്ന പ്രിപ്പറേഷൻ എന്തൊക്കെയാണ്. എനിക്ക് അത്ര ചോദിച്ചുള്ളൂ. എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു ബാക്കി ഇങ്ങനെ ഈ ഡ്രസ്സൊക്കെ എടുക്കണമെന്നും ബാക്കി അല്ലാണ്ടുള്ള പ്രിപ്പറേഷൻ ആണോ അതോ ഒരു മെന്റലി ഉള്ള ഒരു പ്രിപ്പറേഷൻ ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ പ്രിപ്പറേഷൻ എന്ന് പറയാൻ ആക്ച്വലി ടൈം ഉണ്ടായിരുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 6 months ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോഴ് നല്ല ടൈം ഉണ്ടായിരുന്നു. എല്ലാം ഭയങ്കര പതുക്കെ ചെയ്തിരുന്നത്. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എല്ലാം നേരത്തെ പർച്ചേസ് ചെയ്യും, സ്റ്റിച്ച് ചെയ്യും ഒക്കെ ചെയ്യുന്നു. കോൺവെന്റ് ജംഗ്ഷനിലൊക്കെയാണ് മിക്കതും പോയിരുന്നത്. മിക്കതെല്ലാം ഒറ്റയ്ക്ക് പോയി ചെയ്യാറാ പതിവ്. ബോഡിയിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല കേട്ടോ. ലൈക്ക് എന്താ പറയാ, എക്സ്ട്രാ നമ്മൾ ഇങ്ങനെ കുറെ ചെയ്യില്ലേ, സ്പാ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. ഞാൻ വാക്സിൻ ചെയ്തിരുന്നു, പിന്നെ ഫേഷ്യലും ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. ഫേഷ്യൽ അല്ല, ക്ലീനപ്പ് ചെയ്തിരുന്നേന്ന് തോന്നുന്നു. ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ മേക്കപ്പ് ആള് പറഞ്ഞിരുന്നു, മറ്റേ അനീസ് അൻസാരിയില്ലേ ആളായിരുന്നു. ആള് പറഞ്ഞിരുന്നു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ട് എനിക്ക് ഒരു മെന്റൽ അതും കൂടി ആ ഒരു സൈഡും കൂടി പറഞ്ഞേക്കാം. അതൊരു പ്രിപ്പയർ ചെയ്യേണ്ടത് അത് ഓൾമോസ്റ്റ് ലൈക്ക് എല്ലാ ഗേൾസിനും ആ ഒരു നമ്മൾക്ക് അടുക്കും തോറും ആ ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടാവും. നമ്മൾ ഇത്ര നാളും ആ ഒരു ജനിച്ച് വളർന്ന ആ ഒരു വീട്ടും ഒക്കെ മാറി, നമ്മളുടെ ആ റൂമൊക്കെ മാറി, പാരൻസിനൊക്കെ വിട്ടിട്ട് പുതിയൊരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് പ്ലേസിലേക്ക് നമ്മൾ പോകണല്ലോ എന്നുള്ളത് അത് ഉണ്ടാവും. ആ ഒരു സ്റ്റാർട്ടിങ്ങിലല്ല, അത് അടുക്കും തോറും നമുക്ക് അയ്യോ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ ഒരു ശരിക്കും എന്താ പറയുക, പാർട്ട് ഓഫ് ലൈഫാണ്. നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിൽ നേരത്തെ പ്രിപ്പയർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കൂടുതൽ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാണ്ടിരിക്കുക. അവിടെ ചെന്നാൽ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ലൈഫ് ജീവിക്കാൻ പറ്റും, അങ്ങനത്തെ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാണ്ട് പോവുക. അപ്പൊ തന്നെ കുറച്ചും കൂടി കൂളായിരിക്കും. എന്താ ഇങ്ങനെ സംഭവിക്കണമെന്നൊന്നും നമുക്ക് ലൈക്ക് അൺപ്രഡിക്റ്റബിൾ ആണല്ലോ ലൈഫ്. ഇതിൽ എനിക്ക് തോന്നുന്നു രണ്ടുപേരും ആക്ച്വലി ഒരു കോംപ്ലിമെന്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ലൈക്ക് ഒരു ഭയങ്കര അഡ്ജസ്റ്റബിൾ ആയിരിക്കണം അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടല്ലാണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, രണ്ടുപേരുടെ ഇഷ്ടങ്ങളെ വെച്ചിട്ട് ഇതാക്കി മനസ്സിലാക്കി അത്യാവശ്യം സ്പേസ് കൊടുത്ത് ഫ്രീഡം കൊടുത്ത് ആ ഒരു രീതിയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാം ഷെയറും ഒക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു മനസ്സിൽ വെച്ചാൽ മതി. ടീച്ചർ ഡ്രീം ഡെസ്റ്റിനേഷൻ 2 sentences അബൌട്ട് അവർ ഫ്രണ്ട്ഷിപ്പ്. ഡെസ്റ്റിനേഷൻ തന്നെ പറഞ്ഞു അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എബ്രോഡൊക്കെ ഉള്ള ഡെസ്റ്റിനേഷൻ എനിക്ക് മറ്റേ ആ ഒരു ചുറ്റും തന്നെ ബ്ലൂ സീഷെൽസും ഈ മാൽദീവ്സ്, മൗറീഷ്യസ് അങ്ങനത്തെ പ്ലേസുകളിലൊക്കെ പോകാൻ ഫ്രണ്ട്ഷിപ്പ്. നമ്മളുടെ എനിക്ക് ഏറ്റവും കൂടുതൽ മൈൻഡിൽ വരുന്ന നമ്മുടെ സെയിം ബ്ലാക്ക് കുർത്തി. പിന്നെ താങ്ക് യു സോ മച്ച് ഫോർ ദ എന്താ നല്ല സപ്പോർട്ടിനും.
എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ തീർന്നു. ഞാൻ ആരുടെയും വിട്ടു പോയിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പോയിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. നെക്സ്റ്റ് ടൈം ഞാൻ അത് ലൈക്ക് ആൻസർ ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ചോദിച്ച എല്ലാവരോടും നന്ദി. അപ്പൊ ഇത്രയൊക്കെയാണ്, ഓൾമോസ്റ്റ് എല്ലാം ലൈക്ക് കവർ ആയില്ലേ. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, ഉത്തരം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാം ഇപ്പൊ നമുക്ക് ആ ഒരു കൈൻഡ് ഓഫ് യൂട്യൂബ് ഫാമിലി പോലെ തന്നെയായി. നിങ്ങൾക്കും ഇപ്പൊ എല്ലാം ഞങ്ങളുടെ കുറിച്ചൊക്കെ ഒരു ഐഡിയ വന്നു. കാര്യങ്ങളൊക്കെ എന്താണ്, എങ്ങനെയൊക്കെയാണ്, ഞങ്ങളുടെ ഇഷ്ടങ്ങളും പ്രിഫറൻസസും എല്ലാം മനസ്സിലാവുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഇനി ഒരു നെക്സ്റ്റ് വേറെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ എന്താ ഈ ഒരു എം ഫാമിലിനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നല്ല പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം. നമുക്ക് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ.